ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്ത് KSRTC ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ്. എറണാകുളത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കോതമംഗലം ഇതിനോടകം മാറിയിട്ടുണ്ട്. കോതമംഗലത്തെ രാഷ്ട്രീയ ചിത്രം എന്താണ് അവസാന ലാപ്പിലെത്തുമ്പോൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ കോതമംഗലത്തേക്ക് എത്തുമ്പോൾ LDF-നായി സിറ്റിംഗ് MLA ആന്റണി ജോൺ തന്നെയാണ് കളത്തിലുള്ളത്. UDF-നായി ഷിബു തെക്കുംപുറമാണ് മത്സരിക്കുന്നത്. അജി നാരായണാണ് NDA സ്ഥാനാർത്ഥി. എന്താണ് ഈ മണ്ഡലത്തിന്റെ അവസാനവട്ട പൾസ് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മോടൊപ്പം ഇവിടെയുള്ള കുറേ ആളുകൾ ചേരുന്നുണ്ട്. അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, അല്ലാത്തവരുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അപ്പോൾ ചേട്ടാ, ശക്തമായൊരു മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് കോതമംഗലം. ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് അവസ്ഥ, എന്താണ് പറയാനുള്ളത്? ഇവിടെ ഷിബു തെക്കുംപുറം ജയിക്കും. ഒരു 10,000 വോട്ടിന് മുകളിൽ ഷിബു തെക്കുംപുറം ഇവിടെ ജയിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ്. ഈ 10 വർഷമായിട്ട് ഈ കോതമംഗലം നിയോജനത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാം ഇവിടുത്തെ UDF മണ്ഡലമാണത്. ഇത്തവണ UDF നേടും. ചേട്ടൻ എന്താ പറയുക? UDF ജയിക്കും. ഷിബു തെക്കുംപുറം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ ആന്റണി ജോൺ കഴിഞ്ഞ 10 വർഷമായിട്ട് MLA ആണ്. ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടന്നിട്ടുണ്ടോ, അതോ ഇല്ലയോ? ഒന്നും അത് നടന്നിട്ടില്ല. ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണം, അല്ലാണ്ട് ഒരു കാര്യം നടന്നിട്ടില്ല. അത്യാവശ്യം ഞങ്ങളുടെ ബൈപ്പാസ് വരെയും അവിടെ ഇവിടെയും റോഡ് ടാർ ചെയ്തിട്ട് ഒരു പരിപാടി നടത്തിയിട്ടില്ല. കുറച്ചിടെ ടാർ ചെയ്തു, അതിൻ്റെ ഇടയ്ക്കില്ല ഉദ്ഘാടനം നടത്തി. പക്ഷേ ഉള്ളിലുള്ള പരിപാടി ഒന്നും തീർന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ബൈപ്പാസിൻ്റെ 10 വർഷമായിട്ടുള്ള അവസ്ഥ. അതാണ്. അപ്പോൾ ഇത്തവണ MLA മാറുമെന്നാണ് പറയുന്നത്. ചേട്ടൻ എന്താ പറയുക? ഈ തവണ ഷിബു തെക്കുംപുറം 15,000-ൽ മേലെ വോട്ടിന് ഭൂരിപക്ഷം ചെയ്യും. അതിന് ഒരു 3 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷം അദ്ദേഹം തോറ്റത് 6,000 വോട്ടിനാണ്. അന്നിവിടെ 2020 എന്ന് പറഞ്ഞൊരു സംഘടനയോട് മത്സരിക്കേണ്ടായിരുന്നു. ഒരു 10,000-ഓളം വോട്ട് പിടിച്ചു. അതുപോലെ തന്നെ BDJS എന്ന് പറഞ്ഞ സംഘടന, BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS ഇവിടെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം SNDPയുടെ ഒരു പ്രസിഡന്റ് കൂടിയാണ് ഈ അജി നാരായണൻ എന്ന് പറഞ്ഞ ആൾ. സ്വാഭാവികമായിട്ടും ഈ അജി നാരായണൻ പിടിക്കുന്ന വോട്ടുകൾ LDFൻ്റെ വോട്ടുകളായിരിക്കും. അതുകൂടാതെ തന്നെ കഴിഞ്ഞ 5-10 വർഷമായിട്ട് ഷിബു തെക്കുംപുറം എൻ്റെ നാട് എന്ന് പറഞ്ഞ ഒരു സംഘടനയുമായിട്ട് ഇവിടെ നിരവധി രോഗികൾക്ക് ആശ്വാസവും ചികിത്സയും നൽകുന്നു, നിരവധി പേർക്ക് പെൻഷൻ നൽകുന്നു. ഈ കോതമംഗലത്തെ എല്ലാ വിഷയങ്ങളിലും പുള്ളി ബന്ധപ്പെട്ടു നിന്നു. ആന്റണി ജോണിൻ്റെ ന്യൂനത എന്ന് പറയുന്നത് ഈ കായിക കേരളത്തിന് സംഭാവനകൾ ഒരുപാട് നൽകിയ മാർഗീസ് ഹൈസ്കൂളും സെൻറ് ജോർജ് ഹൈസ്കൂളും കോതമംഗലത്താണ്. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില്ല. ഞങ്ങൾക്ക് ഒന്ന് വാമ്പ് ചെയ്യണമെന്നോ ഓടാനോ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടില്ല. അതുപോലെ തന്നെ കോടികൾ മുടക്കി കൂത്താങ്കെട്ടിലെ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കിയിട്ട് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇവിടെ എന്ത് അടിസ്ഥാന വികസനം നടത്തിയെന്നാണ് പറയുന്നത്? അപ്പോൾ ഇതെല്ലാം അദ്ദേഹം തിരിച്ചടിയാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് UDF ജയിക്കും. തീർച്ചയായിട്ടും ഷിബു തെക്കുംപുറം ജയിക്കും. കാരണം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ ഒരു യുവജന സംഘടനയിലൂടെ കടന്നു. സ്റ്റുഡൻ്റ് ആണോ? അദ്ദേഹം സ്റ്റുഡൻ്റാണ്. കോളേജിലാണോ പഠിക്കുന്നത്? അപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു MLA വന്നു, ഒരു കോളേജിൻ്റെ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് ഈ നാട്ടിലൊരു സർക്കാർ കോളേജായിട്ടുള്ളത് ചേലാട് പോളിടെക്നിക് കോളേജാണ്. ആ കോളേജിലേക്ക് യാതൊരുവിധ വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇദ്ദേഹം പറയുന്ന ഒരു ക്യാൻറ്റീൻ ബ്ലോക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഓലമേഞ്ഞ പഴയ ക്യാൻറ്റീൻ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ അവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം എല്ലാവരും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിനൊരു 11 കോടി രൂപ മുടക്കിയെന്ന് ഇദ്ദേഹത്തിൻ്റെ പാംപ്ലെറ്റിൽ പറയുന്നുണ്ട്. ഒരു ചുറ്റുമതിൽ പോലും കെട്ടാൻ വിദ്യാർത്ഥികളുടെ വോട്ട് കിട്ടില്ലെന്നാണ്. ഇല്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ഒരു കാർഷിക കോളേജ് നേര്യമംഗലത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു 2016. 10 വർഷങ്ങൾക്കിപ്പുറം അതിനൊരു കല്ല് പോലും ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങളെങ്ങനെ ചെറുപ്പക്കാർ ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് കളിക്കാനായിട്ടൊരു കളിയിടം പോലും നിലവിൽ കോതമംഗലത്തില്ല. നമ്മുടെ UDFൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഇപ്പം ഞാൻ വരുന്നത് നെല്ലിക്കുഴിയിൽ നിന്നാണ്. നെല്ലിക്കുഴിയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ 2 ഗ്രൗണ്ടുകൾ നൽകി.
ഒരു ടർഫും, കേരളത്തിൽ ആദ്യമായിട്ടൊരു ടർഫ് കോർട്ട് നൽകിയത് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ആയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോതമംഗലത്ത് ഒരു ഗ്രൗണ്ടോ ഒരു കളിയിടങ്ങളും നൽകിയിട്ടില്ല. ഉണ്ടായിരുന്ന ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയവും കളഞ്ഞു. ഇവിടുത്തെ ബേസിക് സ്കൂൾ, സെൻറ് ജോർജ് സ്കൂൾ, മാതിരപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ആയിരുന്നു ഒരു സംസ്ഥാന സ്കൂൾ. അപ്പോൾ MLA മാറുമെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ചേട്ടൻ എന്താ പറയുന്നത്? 100% UDF ജയിക്കും. UDF ഇവിടെ വിജയിക്കും. 100% ജയിക്കും. 10,000 വോട്ടെങ്കിലും നമുക്ക് ലീഡ് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം 10 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം 10 വർഷം മുമ്പ് തന്ന പ്രകടന പത്രിക ഇപ്പോഴും എല്ലാവരും കയ്യിൽ കാണും. ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും ഉള്ളതാണ്. അതിനകത്ത് ഒരു കാര്യം പോലും അദ്ദേഹം പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും? 100% അദ്ദേഹം പരാജയപ്പെടും. ഷിബു തെക്കുംപുറം 100% 10,000 ഉണ്ടെങ്കിൽ ലീഡിന് ജയിക്കുകയും ചെയ്യും. ചേട്ടൻ എന്താ? മൃഗീയമായ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷിബു തെക്കുംപുറം തിരഞ്ഞെടുക്കപ്പെടും. 70,000-ലധികം വോട്ടുകൾ നേടും. ഇവിടെ നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നോക്കിയാൽ 8 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി UDF ആണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും UDF മുന്നിട്ട് നിൽക്കുന്നതാണ് സാഹചര്യം. മാത്രമല്ല, കോതമംഗലത്തിന് കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഡ്രീം പ്രോജക്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ചേലാട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടും. തങ്കട്ടിലെ ഒരു ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ, തങ്ങളും കാക്കനാട് 4 വരി പാത ഉൾപ്പെടെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ എതിരെ ജനങ്ങൾ വോട്ട് ചെയ്യും. യുവാക്കളെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ച ഒരു 10 വർഷമായിരുന്നു. അതിനൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി പറയുന്ന, ഇവിടുത്തെ ഈ നാട്ടിലെ യുവാക്കൾ മറുപടി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ശരി. ആക്ച്വലി എനിക്ക് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല. എങ്കിലും UDF അധികാരത്തിൽ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഇത്രയും യൗവനത്തോടു കൂടിയ, ഇത്രയും യുവാവായിട്ടുള്ള ഒരു MLA ഞങ്ങൾക്ക് കോതമംഗലംകാർക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു അതിൽ നിന്ന്. പക്ഷേ ഈ 10 വർഷം വളരെ നിരാശാജനകമായിരുന്നു. നിങ്ങൾ എൻ്റെ ഈ ജേഴ്സി കണ്ടാൽ തന്നെ അറിയാം, ഒരു കളിക്കാൻ പോയിട്ട് വരുന്നൊരു ഇതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ പുള്ളി ഓഫർ ചെയ്തിരുന്നു ഈ അധികാരത്തിലേക്ക് വരുമ്പോൾ. പക്ഷേ ഇന്ന് വരെ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും കൊട്ടി ഒഴിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ 10 വർഷം, നീണ്ട 10 വർഷം ഇവിടെ കോതമംഗലത്ത് വികസനം മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് വേറെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ സംവാദത്തിന് വരും, ഞങ്ങളുടെ വികസനം കാണിച്ചു തരാമെന്ന്. എന്തിനാണ് സാർ വികസനം സംവാദത്തിലൂടെ കാണിക്കുന്നത്? ഈ വികസനങ്ങളൊക്കെ നമ്മൾ കണ്ണിൽ കൂടെ കണ്ടറിയേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ കോതമംഗലത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ചേട്ടൻ എന്താ പറയുന്നത്? ഷിബു തെക്കുംപുറം ജയിക്കും. UDF ജയിക്കും. UDF ജയിക്കും. ചേട്ടൻ എന്താ പറയുന്നത്? 100% UDF ജയിക്കും. കാരണം ഇവിടെ ഈ പറഞ്ഞതുപോലെയുള്ള വികസനങ്ങളൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളും ഈ അവസരത്തിൽ ചർച്ചയാവും. വിലക്കയറ്റം, കറണ്ട് ബില്ല് വർധനവ്, വീട്ടുകര വർധനവ്, വെള്ളക്കരം വർധനവ്, അങ്ങനെ എല്ലാ മേഖലയിലും വിലക്കയറ്റം നടത്തുന്ന ഒരു സർക്കാരായി പിണറായി വിജയൻ്റെ സർക്കാർ മാറുകയും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന്. ഓക്കെ. ചേട്ടൻ എന്താ പറയുന്നത്? മാറാത്തത് ഇനി മാറും. ഇനി കേരളവും മാറും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ അജി നാരായണൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിന് കാരണം ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ചവർ പറയുകയുണ്ടായി, ഇടതു വലതു മുന്നണികളുടെ MLA മാർ ഇവിടെ എന്ത് ചെയ്തു എന്ന്. ഈ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു ടൗൺ ഹാളുണ്ടോ? ഒരു ക്രിമിറ്റേറിയം ഉണ്ടോ? ഒരു ഡംപിങ് യാർഡുണ്ടോ? ഇവിടെ സെൻറ് ജോർജ് സ്കൂള്, മാർ ബേസിൽ സ്കൂള് എന്നിവ കായികപരമായി മുന്നോട്ട് നിൽക്കുന്ന ഈ സ്കൂളുകൾക്ക് ചേലാട് ഒരു സ്റ്റേഡിയം കൊണ്ടുവരുന്നു. ഇവർ കൊണ്ടുവന്നോ? ഈ മണ്ഡലത്തിൽപ്പെട്ട കുട്ടമ്പുഴ, ആദിവാസി കോളനികളായ പന്തപ്ര, കല്ലേലിമേട്, മാമേലിക്കൺ, അവിടെയെല്ലാം ഇപ്പോഴും പട്ടയം കിട്ടാൻ വികസനം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഒരു സെക്കൻഡ്, ഒരു നിമിഷം. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.